ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ചന്ദ്രബോസ്, വീട്ടിൽ വിട്ട് നിൽക്കാൻ ഞാൻ. എന്റെ കൺമുന്നിൽ ഇപ്പോഴുള്ളത് ശാലിയെ കുത്തിയവന്റെ ചിത്രം മാത്രമാ. അതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടാ ഇനിയുള്ള എന്റെ നീക്കം. എന്തൊരു വിരോധാഭാസം അല്ലേ? അതാണ് ACP ചന്ദ്രബോസ്. ഒരാൾക്കും അങ്ങനെ പിടികൊടുക്കില്ല, ഒരുത്തനും അങ്ങനെ പിടികൊടുക്കുകയില്ല. ചെയ്യുന്ന നല്ല വെട്ടിപ്പാട്ട് ചെയ്യുകയും ചെയ്യും. കൂടെ നിന്നാൽ കൂട്ടാളിയാക്കാം, ഇല്ലെങ്കിൽ ഞാൻ കൂട്ടുപ്രതിയാക്കും. അതും കൂടാണ് ഈ ചന്ദ്രബോസ്. അറിയാലോ നിനക്കെന്നെ. മനസ്സിലായടാ? ആഗ്രഹം കൊണ്ട് ഓരോ സാധനങ്ങളും വാങ്ങിക്കാൻ പറയും. പാടുപെട്ട് ഞാൻ ഉണ്ടാക്കിയും വെക്കും. പക്ഷെ കഴിക്കാൻ എവിടെയാ നേരം? ഈ ഓട്ടം അല്ലേ, നിർത്താതെയുള്ള ഓട്ടം. എന്ന് ഉണ്ടാക്കി വെക്കുന്ന സാധനം രാത്രി വന്ന് കഴിക്കുമോ അതുമില്ല. ക്ഷീണമാണ് വേണ്ടാന്നും പറഞ്ഞ് കേറി അങ്ങ് കിടക്കും. കുറച്ചു ദിവസമായിട്ട് ഇത് തന്നെയാണല്ലോ. ഇന്നെന്തായാലും വരട്ടെ. കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെക്കുന്ന ഈ പുഴുക്ക് ഞാൻ കഴിപ്പിച്ചിട്ടേ കിടത്തു. ചക്കയായിട്ട് കുറച്ചധികം നേരത്തെ മത്സരത്തിന് ശേഷം ഒന്ന് താഴെ ഇട്ടത്. എന്തായാലും കളക്ടർ സാറിന്റെ ഒരടവും ഇന്ന് നടക്കൂല. കഴിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങും. ശാരദാമേ, ആ എന്താടി ഓടിപ്പടച്ച്? വൈകിയല്ലേ? സാരമില്ല. ദേ കണ്ടില്ലേ, ഇന്നലെ ഇട്ട ചക്കയാ. പുഴുക്കുണ്ടാക്കണോന്ന് പറഞ്ഞിട്ടാ ശാലിനി പോയത്. ഇതൊന്ന് തീർത്തിട്ട് ഞാൻ കടയിലോട്ട് വരാം. അതല്ല ശാരദാമേ. എന്താ ശാന്തേ, എന്തു പറ്റി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? വഴിയിൽ കണ്ട ആൾക്കാരാ പറഞ്ഞത്. ടിവിയിലും ന്യൂസിലും ഉണ്ടെന്നാ പറഞ്ഞത്. ശാരദാമ ശരിയാണോന്നൊന്നും എനിക്കറിയില്ല. കേട്ട പതി കേൾക്കാത്ത പതി ഞാനിങ്ങ് ഓടിയതാ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ ശാന്തേ. ശാലിനി കുഞ്ഞിനെ. ശാലിനിക്ക്? നീ എന്താന്ന് വെച്ചാ പറ ശാന്തേ. ശാലിനി കുഞ്ഞിനെ ആരോ കുത്തിയെന്ന്. അയ്യോ, എന്താ പറയുന്നേ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിന്നാ പറഞ്ഞത്. എന്റെ ദൈവമേ, ഈശ്വര, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? എന്നിട്ട് വിഷമിക്കണ്ട ശാരദാമേ, വലിയ ആഴത്തിലുള്ള മുറിവൊന്നും കാണില്ല. ന്യൂസിൽ അവർ അങ്ങനെയൊക്കെയല്ലേ പറയൂ. എവിടെയാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, എനിക്കിപ്പോ എന്റെ മോളിലെടുത്ത് പോണം. എടി, ഏത് ഹോസ്പിറ്റലാന്ന് വല്ലതും അറിയോ? എനിക്കറിയില്ല ശാരദാമേ. നീ വന്നേ, നമുക്ക് ആരോടെയും ചോദിക്കാം. ശാലിക്ക് കുറച്ച് ബ്ലഡ് ആവശ്യമായിട്ട് വരും. അതിനുള്ള സംവിധാനം ഉടനെ അറേഞ്ച് ചെയ്യണം. ഡോക്ടർ, ശാലിക്ക് എന്താ അവസ്ഥ? ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ധാരാളം ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുക. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പരിധിയില്ലാതെ സഹായിക്കാൻ പറ്റുന്നത് ഈശ്വരന് മാത്രമാണ്.
സാർ ടെൻഷൻ അടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തോളാം. കളക്ടർക്ക് അങ്ങോട്ട് സീരിയസ് ആണോ? ഈ മീഡിയക്കാരുടെ വാടപ്പിക്കേണ്ട സമയമായി. തെറ്റായ വാർത്തയാണെന്നേ ഈ ചാനലിലെല്ലാം പടച്ചുവിടുന്നേ. ആള് തീർന്നതുവരെ ചിലപ്പോ അവര് പറഞ്ഞു കളയും. ഞാൻ ആ ഞെട്ടല്ലേ ഇങ്ങോട്ട് വന്ന് കയറിയത് തന്നെ ഈ പറയുന്നത് ഈ വല്ല സത്യം ഉണ്ടോന്ന് അറിയണമല്ലോ. എന്റെ ഭാര്യ ചത്തോന്നറിയണം അല്ലേ? ഇതാ കണ്ടില്ലേ, വിഷ്ണുവും തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് എനിക്ക് അല്ലേലും വലിയ കഷ്ടകാലമാണ്. ഈ നാവ് കൊണ്ടേ ഒരുപാട് വഴികൾ കേൾക്കുന്ന വാരഫലത്തിലുള്ളത്. ഇതൊരു ഹോസ്പിറ്റലായി പോയി, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ. എടാ കുരുപ്പേ, നിന്റെ ഭാര്യ അത്യാസന്ന നിലയിലായി പോയത് കൊണ്ട് കൊള്ളാം. ഇല്ലെങ്കിൽ നിന്റെ നാവാട്ടത്തിനുള്ള പണിയൊക്കെ ഇപ്പോഴും എന്റെ ഉണ്ടാ. ഇതേ ഓൾഡ് സ്റ്റോക്ക് അല്ല, ന്യൂ സ്റ്റോക്കാ. അതുകൊണ്ട് അധികം കരുത നീ നികളിക്കണ്ട. ചന്ദ്രബോസ്, വീട്ടിൽ വിട്ട് നിൽക്കാൻ ഞാൻ. എന്റെ കൺമുന്നിൽ ഇപ്പോഴുള്ളത് ശാല്യകുത്തിയുടെ ചിത്രം മാത്രമാ. അതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടാ ഇനിയുള്ള എന്റെ നീക്കം. അതിനു മുമ്പ് അവന്റെ പിന്നിലുള്ള പ്രമാണിമാർക്ക് മുമ്പിൽ നിന്റെ പേര് പതിയാതിരിക്കാൻ നീ ഒന്ന് പ്രാർത്ഥിച്ചോ. പതിഞ്ഞ പിന്നെ നീയില്ല. അങ്ങനെ പതിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ അങ്ങ് തീർക്കൂടാ. അതിനുള്ള ടൂള് നിന്റെ മഴുത്തെറുപ്പിലുണ്ടോടാ? ഉണ്ടെങ്കിൽ ഒന്ന് മൂർച്ച കൂട്ടി വെച്ചോ. നിന്റെ തിരക്കിട്ട തിരച്ചിലിനിടയിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. പക്ഷെ അപ്പോ നിനക്ക് ആയുധമെടുത്ത് പ്രയോഗിക്കാനായിട്ട് നിന്റെ മുട്ടൊന്ന് നിവർന്നു കിട്ടാൻ ഇപ്പോഴേ നീ മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടി വരും.